വേദിയിൽ തന്നെ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതെ, രാധാകൃഷ്ണൻ എം പി താങ്കൾ. അതെ അല്ലേ, ഞാൻ ഇതൊന്നും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ സജി ചെറിയാൻ പറഞ്ഞത് ഞാൻ അപ്പം തന്നെ കേട്ടു. അതെനിക്ക് വലിയൊരു സമാധാനം തോന്നി. ചിന്തിക്കേണ്ട ഒരു കാര്യമേ, ഇത്തരമൊരു പരാമർശം ഉണ്ടായപ്പോൾ അതുപോലൊരു വേദി, ആ വേദിയിൽ ഒരു ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ് കണ്ടത്, അത് പുഷ്പവതിയാണ്. ബാക്കിയെല്ലാം അത് അവിടെ ഇരുന്ന സദസ്സ് മുഴുവനും അടൂർ ഗോപാലകൃഷ്ണനെ കൈയടിച്ച് പാസ്സാക്കി. നിശബ്ദതയാണ് എല്ലാ എന്താ പറയുക, അതീശ ശബ്ദങ്ങളെയും വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിശബ്ദത പാലിക്കാൻ പാടില്ല. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണം. ഈ പുരോഗമനം പറയുന്ന ആ സിനിമാ പ്രവർത്തകർ ഇരുന്ന വേദിയിലാണ് സംഭവിക്കുന്നത് നോക്കണം. പുരോഗമനം പറയുന്ന സിനിമാ പ്രവർത്തകർ ഇരുന്ന വേദിയിൽ സംഭവിക്കുമ്പോൾ ആ പുരോഗമനം പറഞ്ഞവരാണ് ഇത്തരത്തിലൊരു ഒരു സ്ത്രീത്വത്തെ അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന ജാത്യധിക്ഷേപം നടത്തുന്ന ഒരു സദസ്സിൽ കൈയടിച്ച് പാസ്സാക്കിയത്. പിന്നെ അതെ അതൊരു ഫാക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ വേദിക്ക് പുറത്ത് ഒരുപാട് ആളുകൾ ഇതിനെതിരെയായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നത് തന്നെ അവരുടെ പ്രതിഷേധം കാരണമല്ലേ. അപ്പോൾ ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒത്തിരി ആളുകൾ എന്നെ ടാഗ് ചെയ്തിട്ട് അഭിവാദ്യം അർപ്പിച്ചിട്ടും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒക്കെ. പക്ഷേ ആരെങ്കിലും ഒപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ പ്രതികരണം. വളരെ ജെനുവനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ ബോധം കൊണ്ടും ഒക്കെയാണ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെട്ടെന്നൊരു പുഷ്പവതി പറയുന്ന ഒരു അഭിപ്രായമല്ല. ആ പുഷ്പവതി രൂപപ്പെട്ടത് വളരെ കഠിനമായ ജീവിത വഴിയിൽ കൂടി ഒരുപാട് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ഗായിക എന്നുള്ള നിലയിൽ ഒരു സീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ. അപ്പോൾ ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് സംഗീത നാടക അക്കാദമിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് അവസരങ്ങൾ ഉണ്ടാകാൻ. ഒരുപാട് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഇത്രയും നമ്മൾ ആ അനുഭവത്തിൻ്റെ ഒരു ചൂട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ സംവിധായകർക്ക്, പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും അത്. ചില ആളുകൾക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ വാക്കായിട്ട് ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളുടെ ഭാഗത്തുണ്ടാകുന്നത് ആദ്യത്തെ സമീപനമല്ല. നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു സംഭവം നേരത്തെ ഉണ്ടായി, ഞങ്ങൾക്ക് കടക്കുന്നത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അന്നും അദ്ദേഹം എടുത്ത നിലപാട് ഇത് തന്നെയാണ്. ഇന്നും ഒരു പൊതുസഭയെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന നിലപാട് ഇത് തന്നെയാണ്. എന്താ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അത് കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്. അത് മാറിയിട്ടില്ല, അത് മാറാൻ പറ്റുന്നില്ല അവർക്ക്. അവരോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പിന്നെ ജനപ്രതിനിധികൾ വന്നിരിക്കുന്ന ഒരു നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ തെറ്റാണെന്ന് പറയേണ്ടി വരികയാണത്. എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടോ? ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ആരാണ് അവരാരാണ്, ആ സ്ത്രീ ആരാണ്, എനിക്കറിയില്ല, അങ്ങനെ അല്ലിപ്പോൾ പരിചയപ്പെട്ടല്ലോ, ഇപ്പോൾ നല്ല രീതിയിൽ പരിചയപ്പെട്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ സംവിധായകനാണ്. വളരെ നല്ല സിനിമകളൊക്കെ, വിധേയനും അതിലും ഇപ്പം മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വെച്ച് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിച്ച് ഈ അരികുവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യരുടെ ജീവിതം അഭ്രപാളികളിൽ കൊണ്ടുവരാനും കൂടി അദ്ദേഹം ഒന്ന് ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. വലിയ കാലം സിനിമാ ജീവിതം 2001 തോന്നുന്നു നമ്മൾ റിലീസ് ചെയ്ത് തോന്നുന്നു അല്ലേ? 2001 തൊട്ട് 2025 വരെ ഏകദേശം 20 വർഷത്തിന് മുകളിലേക്കുള്ള വലിയ കലാസമിതിയാണ്. അവിടെ പുഷ്പവതിയായിട്ടുള്ള പാട്ടുകൾ വന്നത് വിരളിൽ എണ്ണാവുന്ന പാട്ടുകൾ മാത്രമാണ്. ഒരു 10 ഞാൻ തുടക്കത്തിൽ കാത്തൊരു മഴയത്താണ് ആദ്യം ഹിറ്റായത്. പിന്നെ അപ്പം നമ്മൾ വിചാരിക്കും ഇനി ഒരുപാട് അവസരങ്ങൾ വരുന്നത്. പല ഹിറ്റുകൾ ഉണ്ടാകുമ്പോഴും പിന്നീട് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ സാമൂഹികമായിട്ടുള്ള വശങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലതയും കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?